അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2000 രൂപയുടെ ഡ്രോണിനെ നമ്മളൊന്ന് അയച്ച് നോക്കാൻ വേണ്ടി പോകുന്നതിന് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഫുൾ ടിയർ ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ മാക്സിമം വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി നോക്കാം. ബോറായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ഡ്രോൺ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഗൂസ് ബംസ് എന്നിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് മേടിച്ചത്. ഇത് എല്ലായിടത്തും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 1800, 1700, 2000 രൂപ തൊട്ട് 2200 വരെ ഈ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡ്രോൺ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോൺ ഇപ്പോൾ എന്തായാലും അയക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് സ്പേസ് കിട്ടും. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇങ്ങോട്ട് സൂം ചെയ്യാം. കാര്യം ഡ്രോൺ ചെറുതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ഒന്ന് ലെഗ്സൊക്കെ ഒന്ന് ഇതാക്കി വെക്കാം, തുറന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തോ ഒരു സ്ക്രൂ അയക്കാണെന്ന്. അത്യാവശ്യം കുറേ സ്ക്രൂ അയക്കാനുണ്ട്. നമുക്ക് ഈ പാർട്ടിലെ സ്ക്രൂകളൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതെല്ലാം ഈ ലെഗിൻ്റെയാണ്. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബോഡി വിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അതുപോലെ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, ഇവിടെയും 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 സ്ക്രൂ അയച്ചാലേ നമുക്ക് ബോഡി ഊരാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും സ്ക്രൂ ഒക്കെ ഒളിച്ചിരിപ്പുണ്ടാകുന്ന അറിയണമെന്നുണ്ടെങ്കിൽ അത് ഊരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഊരി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഊരിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മലത്തി നോക്കാം. സ്ക്രൂ ഒക്കെ അപ്പോൾ ഓരോന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്ക്രൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ എല്ലാം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എല്ലാം സെയിം ലെങ്ത് സ്ക്രൂ ആണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്ക്രൂസൊക്കെ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊന്ന് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. വല്ല വേറെ എവിടെയെങ്കിലും വല്ല സ്ക്രൂ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇല്ല, ഒരു സ്ക്രൂ കൂടെ വരാണ്ടായി. അപ്പോൾ അതും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ പൊക്കത്തു നിന്നാണ് ഊരി പോരുന്നത്. ഓക്കെ, ഊരി പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മോട്ടറും കാര്യങ്ങളും 4 ലെഗിലേക്ക് പോകുന്നു. അതിൻ്റെ വയറും കണക്ഷനൊക്കെ കാര്യം. ഇതാണ് നമ്മുടെ മെയിൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതിൻ്റെ ഒക്കത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് പ്രസ് ആവുന്നത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു LED ലൈറ്റാണ് ഉള്ളത്. ഞാൻ ആദ്യം വെച്ച് ബാറ്ററി ഇൻഡിക്കേഷൻ ആയിരിക്കുന്നു. ബാറ്ററി ഇൻഡിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഒരൊറ്റ LED ലൈറ്റാണ്. അപ്പോൾ അതിൽ ബാറ്ററി ഇൻഡിക്കേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെപ്പറേറ്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ഗെമിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഓരോ ലെഗിലേക്കും പോകുന്ന വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിലെ ഡയഗണലായിട്ടുള്ള മോട്ടേഴ്സ് സെയിം സൈഡിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. റെഡും ബ്ലൂവും അതാണ് ഈ 2 സൈഡിലേക്കുള്ളത്. ബ്ലാക്കും വൈറ്റും വരുന്നത് ഈ 2 സൈഡിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടു ഈ ജോയിൻറ്റിൽ നിന്ന് വെറുതെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് പോരും. ഒരു ഇത്തിരി ബലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ടതാണ്. പ്ലാസ്റ്റിക്കിനൊന്നും അത്ര കട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പതുക്കെ എടുക്കാം. ഓക്കെ, കണ്ടോ, നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. ഓരോന്ന് നമ്മൾ എടുക്കാം. ഭയങ്കരമായിട്ട് വലിക്കരുത്. കാര്യം സോൾഡർ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് സോൾഡർ എടുക്കേണ്ടി വരും. സോൾഡറിങ് അയണൊക്കെ പിന്നെ രണ്ടാമത് ചൂടാക്കി എടുക്കേണ്ടി വരും. എനിക്ക് മടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ വിടിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഇത് കഴിഞ്ഞു. നമ്മൾ 4 ലെഗിനെയും പതുക്കെ വിടിപ്പിച്ചിട്ടുണ്ട്. വേറെ കണക്ഷനൊന്നുമില്ല. ഡയറക്റ്റ് സോൾഡറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതുക്കെ വലിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 മോട്ടറിനെ ലെഗ് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോർഡ് അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും സ്ക്രൂ ഉണ്ട്. 1 2 3 4 സ്ക്രൂ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊന്നും സ്ക്രൂ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം അത് അഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 LED ലൈറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും എന്നാണ് എൻ്റെ വിശ്വാസം. വരുന്നില്ല, അങ്ങനെയും തൽക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ. കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതും കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഇതും കൂടെ സ്ക്രൂ കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും, സാധനം ഇങ്ങോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ആ സ്ക്രൂ ഒന്ന് കമത്തട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെയും പണി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രൂവിൻ്റെ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ബോർഡുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ മെയിൻ ബോർഡ്. ഓക്കെ, നമ്മുടെ ഡ്രോണിൻ്റെ ഫ്ലൈറ്റ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഡ്രോൺ ബോർഡിലാണ്. അതിന് രണ്ടാമത്തെ ബോർഡ് പോയിരിക്കുന്നത് ഇങ്ങോട്ടാന്ന് കണ്ടോ, താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അത് ക്യാമറ കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇത് നമുക്കൊരു പിന്നാണ്. അത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നീട് ആകപ്പാടുള്ള ഈ ലൈറ്റുകളാണ്, LED ലൈറ്റുകളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഊരിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഓക്കെ പോകുന്നു, അതും പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോണിൻ്റെ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് ഊരി പോകുന്നത്? എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഊരി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നിട്ട് ക്യാമറ മോഡ്യൂളുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ബോർഡാണ്. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ബോർഡ്. ഇത് മതി ശരിക്കും പറഞ്ഞാൽ ഡ്രോൺ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്ട്രാ ക്യാമറ ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ഇതും കൂടെ ഒന്ന് അഴിച്ചു നോക്കാം. അത് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ഇതുണ്ട്, അതഴിക്കണം. അതിന് ശേഷം ഈ 4 അയക്കേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ കേട്ടോ.
ഓക്കെ, അതും കൂടെ നമുക്ക് അഴിക്കണം, എന്നാലും നമുക്ക് താഴത്തെ ബോർഡിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഊരിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴത്തെ ഒരു ആൻറ്റീന ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഊരിയെടുത്ത് പാടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാറ്ററിയുടെ കമ്പാർട്ട്മെൻ്റ് ആണ്. ബാറ്ററി പോയി സ്ലൈഡിങ് ചെയ്യുന്നത് അതിലേക്ക് കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്ലഗ് ചെന്ന് വീഴുന്നത് ഇതിൻ്റെ പുറകിലായിട്ടായിരുന്നു. അത് ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാമറയുടെ മൊഡ്യൂൾ ഇങ്ങോട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരിയെടുക്കാൻ വേറെ സ്ക്രൂ കാര്യങ്ങളൊന്നും എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഊരിയെടുക്കാം. ഇതിങ്ങനെ ജസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ വന്നം കണ്ടോ, അതിപ്പോൾ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ക്യാമറ ഇതാണ്. അത് ഈ രണ്ട് പാട്ടുണ്ട്, ഇവിടെയും ഇവിടെയായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിപ്പ് പോകുന്നുണ്ട്. അത് രണ്ടും വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബോർഡും കൂടെ വരും. നമുക്ക് അതും കൂടെ പതുക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ക്യാമറയുടെ മൊഡ്യൂൾ ഡാമേജ് ആയിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. എന്നാലും ഡ്രോൺ വർക്ക് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ക്യാമറയുടെ മൊഡ്യൂൾ മാറിക്കഴിഞ്ഞാലും ഡ്രോൺ വർക്ക് ചെയ്യാനാണ് ചാൻസ്. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടൈം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാമറയുടെ മൊഡ്യൂളെ മാറ്റിയാൽ മതി. അപ്പോൾ തന്നെ പകുതി മുക്കാൽ പ്രശ്നങ്ങൾ തീരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റീനെ നമ്മൾ പതുക്കെ വലിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വലിക്കരുത്, കാര്യം താഴത്ത് വേറൊരു ക്യാമറ കൊണ്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് നമ്മൾ പതുക്കെ നൈസായിട്ട് പൊക്കിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പതുക്കെ പൊക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഫൈ ക്യാമറ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് മൊഡ്യൂളാണ്. ഇതിലേക്ക് ജസ്റ്റ് പവർ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നുള്ളൂ കണ്ടോ. ഈ ഒരു പവർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ക്യാമറ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട്, ഈ ഒരു ബോർഡ് വെച്ചിട്ടാണ് നടക്കുന്നത്. വൈഫൈ കണക്ടിവിറ്റി എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതുവരെയ്ക്ക് നമുക്ക് വൈഫൈ ട്രാൻസ്മിഷൻ പോകും, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസംബിൾ ചെയ്തെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇനിയുണ്ട് നമുക്ക് 4 ലെഗ് ഉണ്ട്. അപ്പോൾ ഓരോ ലെഗിലും നമുക്ക് 4 ശരിക്കും പറഞ്ഞാൽ സ്ക്രൂ ഉണ്ട്. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ 2 കണ്ടോ, ഈ 2 ഞാൻ മാക്സിമം സൂം ചെയ്യാട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലെഗ് ഉണ്ട്, ഫ്രണ്ടിലെ 2 കാലിൽ ലെഗ് ഉണ്ട്. അത് നമുക്ക് വെറുതെ ജസ്റ്റ് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും, സ്ക്രൂ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഈ 2 അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പൊക്കിയിട്ട് ബാറ്ററി മോട്ടർ കമ്പാർട്ട്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റും, മോട്ടർ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇത് 2 അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോരും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അയക്കാം. ഓക്കെ, അപ്പോൾ ഫുൾ അയച്ചാലേ വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ മോട്ടറും അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കി അറിയാൻ വേണ്ടി പറ്റും കണ്ടോ. ഇതാണ് ശരിക്കുമുള്ള മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇതിൻ്റെ പൊക്കത്തൊരു ഗിയർ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ പാർട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ലീഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗിയറും പ്രത്യേകതകളാണ്. മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോട്ടർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. എനിക്ക് തോന്നുന്നു ജസ്റ്റ് പുറകിലേക്ക് വലിച്ചാൽ മതിയെന്ന് അറിയാൻ പാടില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഇങ്ങോട്ട് വരും. പക്ഷേ അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ സ്ക്രൂ ഇതിങ്ങനെ പോരും അല്ലേ. മനസ്സിലായി. ഇങ്ങനെ ഊരിയാലേ നമുക്ക് മോട്ടർ വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയുള്ള ചെറിയൊരു മോട്ടറാണ്. അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മോട്ടർ ഇവിടെ പോയിരിക്കും കണ്ടോ, ഈ ഇതിലേക്ക് പോയിരിക്കും, പല്ലിലേക്ക് പോയിട്ടിരിക്കും. എന്നിട്ട് ഇത് കറങ്ങുമ്പോൾ കണ്ടോ മോട്ടറും കറങ്ങും. അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 മോട്ടർ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മോട്ടർ നമ്മൾ രണ്ടാമത് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ട് ആദ്യം എടുക്കണം, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനത്തിൻ്റെ രണ്ടാമത് ആഡ് ചെയ്യണം കണ്ടോ. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടർ പിന്നെ ഇങ്ങോട്ട് പോരയില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ പോയിൻ്റാണത്. പിന്നെ തിരിച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇതിനിങ്ങനെ അസംബിൾ ചെയ്യുക. അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വയർ കറക്റ്റായിട്ട് റൗട്ട് ചെയ്യണം. ഓക്കെ, വയർ കറക്റ്റായിട്ട് റൗട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ സ്ക്രൂ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മോട്ടർ രണ്ടാമത് ഇടുമ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രോണിന് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ടിയർ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനിയും ടിയർ ഡൗൺ ചെയ്യാൻ പാർട്സ് ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ പാർട്സ് ഉണ്ട്, പക്ഷേ അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി മോട്ടറിൻ്റെ അസംബ്ലി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം രണ്ടാമത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അയക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തു, ഓൾമോസ്റ്റ് 10-15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് അയച്ചു പോകുമ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം ഷോർട്ട് ചെയ്താണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത് ഒന്ന് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു പേജിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് പഫ് ആൻഡ് ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ ഭയങ്കര വലിച്ചതായിട്ടുള്ള കാര്യം പറയാമല്ലോ, നമ്മുടെ വൈഫിൻ്റെ ഒരു പേജാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറേ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണതാണ്, പൈസ ഒന്നും കിട്ടില്ല, സ്വന്തം വൈഫിൻ്റെയാണ്. അപ്പോൾ എനിക്കറിയാം, നമുക്കറിയാവുന്നതാണ്, നമ്മുടെ വൈഫിന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ പേജാണ്, അപ്പോൾ അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യണേന് ഒന്നും തോന്നരുത്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ പേജിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി പഫ് ആൻഡ് ബ്ലഷീസ് ആണ്. അപ്പോൾ ആ പേജിലൂടെ എന്തൊക്കെയാണ് സെല് ചെയ്യുന്നതെന്ന് വെച്ചാൽ
വെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾസ് ഉണ്ടല്ലോ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഡോൾസ് അത് സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BTS ഫാനാണ് എൻ്റെ വൈഫ്. അപ്പോൾ അതുകൊണ്ട് BTS കുറച്ച് അൺഒഫീഷ്യൽ മെർച്ചൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ആക്സസറീസ് അത് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഹെയർ ബോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്വന്തം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഓൾ ഇന്ത്യ ഷിപ്പൊക്കെ ചെയ്യും പുള്ളിക്കാരത്തി. ഞാൻ തന്നെ കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കേണ്ട വരും, മാത്രമുള്ള സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾ തിരിച്ച് വീഡിയോ ഇട്ട് പോയിക്കോ. ഞാൻ എന്തായാലും പോകണം. ടാറ്റ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് വേറൊരു പ്രശ്നം കണ്ടത്. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടി വിട്ടു പോയതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ കണക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു 3 വയറാണ് അല്ലേ. അപ്പോൾ ഞാനിത് ഊരി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ 3 വയറിൻ്റെ സാധനം പോകുന്നത് 4 പിന്നുണ്ട് ഇതിനകത്ത്. കണ്ടോ, കാണാൻ പറ്റുന്ന അറിയാൻ പാടില്ല. 1 2 4 3 4 പിന്നുണ്ട്. അപ്പോൾ 3 വയറും 4 പിന്നും വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈഫൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉള്ള വൈഫൈ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ ഈ അറ്റത്തേക്കായിട്ട് ഈ കേബിൾ കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ അറ്റത്തെ പിന്ന് വെച്ചിട്ട്, അതായത് ഈ ഒരു സൈഡിലെ പിന്ന് വിട്ടുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്യുക. ഇവിടെ ഫോണിൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നെറ്റ്വർക്ക് ഇപ്പോൾ വന്നിട്ടില്ല, ആ ഡ്രോണിൻ്റെ നെറ്റ്വർക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ പിന്ന് ഊരിയിട്ട് ഇപ്പുറത്തെ ഒരു പിന്ന് വെച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്കാക്കി വേണം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. എന്നാലേ നമ്മുടെ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, വൈഫൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡ്രോൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ പോയിട്ട് നമുക്കിത് ഇത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ആപ്പിൽ നിന്ന് പോയിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ രണ്ടാമത് എടുത്തത്. ഞാൻ ഇത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്ത കാര്യം അതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ട് കണക്ടർ ഒരുമാതിരി അൽക്കുലത് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ അവർ 3 എണ്ണത്തിന് വേണ്ടി കൊടുക്കുക. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് തന്നെ ഒരു മെമ്മറി കാർഡ് ഇതാവുന്ന രീതിയിലുള്ള ബോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണോ കൊടുത്തത്, പ്രൊവിഷനാണോ ഈ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുത്തതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുത്ത് നോക്കാം, കണക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യാമറ കാണുന്നത് ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ ഈ മതിലാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ മതിലാണ് കാണുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഒരു ക്യാമറ ഉണ്ട്, അതും കൂടെ നമുക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാണുന്നത് നമ്മുടെ താഴത്താണ് കേട്ടോ. താഴത്ത് ഇതിനൊരു ക്യാമറ ഉണ്ട് കേട്ടോ, അതാണിപ്പോൾ കാണുന്നത്. ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് വരാം. ഓക്കെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. താഴത്തെ ക്യാമറയുടെ ക്ലാരിറ്റിയാണ് കാണുന്നത്. പൊക്കത്തെ ക്യാമറ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം കളറൊക്കെ വന്നേക്കണം പോയി. ഇപ്പോൾ ശരി കണ്ടോ, ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കണക്ഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഞാനിതൊന്ന് ഫുള്ളായിട്ട് അസംബിൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോൺ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ആപ്പൊക്കെ ആയിട്ട് കണക്ഷനൊക്കെ ഉണ്ട്. കണക്ഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഇതായിരുന്നു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടേക്ക് ഓഫ് ചെയ്യാം. കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നത് ഞാനൊന്ന് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഒരുപാട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് വരാം. എല്ലാ സൈഡും വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ അപ്പോൾ നമ്മൾ ഡ്രോൺ അസംബിൾ ചെയ്തൊക്കെ കഴിഞ്ഞ് രണ്ടാമത് അസംബിൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഞാൻ പറത്തിയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പാർട്സുകൾ വളരെ ചെറുതാണ്, നിങ്ങൾ കണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. ഈ ബോഡി കണ്ടിട്ട് നിങ്ങൾ ഇതാക്കരുത്. അതുപോലെ തന്നെ ഇതിന് വെയിറ്റും വളരെ കുറവാണ്. ഞാൻ കാണിച്ചു തരാം എത്ര വെയിറ്റ് എന്നുള്ളത് ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ 83 ഗ്രാമാണ് ഡ്രോണിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിത്ത് ബാറ്ററിയാണ്, ഓണാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വെയിറ്റ് ആണെന്നൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, 250 ഗ്രാംസിന് താഴെയുള്ള ഡ്രോണുകൾക്ക് രജിസ്ട്രേഷനോ ലൈസൻസോ ഒരു കാര്യവും വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ പറത്തി പഠിക്കാം. പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു 30-40 മീറ്ററിൻ്റെ അകത്ത് തന്നെ പറത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ നല്ല കാറ്റും പ്രദേശമൊക്കെ ഉള്ളിടത്താണെങ്കിൽ നിങ്ങൾ അധികം പൊക്കത്തിൽ പറത്താതിരിക്കാൻ വേണ്ടി നോക്കും. ഇതിന് മെയിൻ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ മോട്ടർ നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ
അവിടെ കോസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കാര്യം നമുക്ക് ഒരു മോട്ടറായിട്ട് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 മോട്ടർ നമ്മൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഒരുപോലെ ആയിരിക്കും വീക്കാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്പെയർ മോട്ടർ മേടിക്കുമ്പോൾ നമ്മൾ ആ സൈസും കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ടൊക്കെ വേണം മേടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പവർ എത്രയെന്ന് അറിയണം. ഇതിനൊക്കെ ഓരോ RPM ഉണ്ടാവും. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു മോട്ടറിന് RPM കൂടുതലോ കുറവാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ കറക്റ്റായിട്ട് വർക്കില്ല. അപ്പോൾ 4 മോട്ടർ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഡ്രോണിന് 2000 രൂപ വിലയുള്ളൂ. മോട്ടറിന് വന്നപ്പോൾ തന്നെ ഒരു 10, 600, 700 രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 4 എണ്ണം മാറ്റേണ്ട വരും. 4 എണ്ണം മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി പണിപെടാനുള്ള പരിപാടിയാണ്. സോൾഡറിങ് കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് പറഞ്ഞാൽ വേണ്ടി പറ്റും. ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കാം. റിപ്പയറബിലിറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാം. പക്ഷേ വെർത്താണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർത്തല്ല. ആ മോട്ടറും എത്ര നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇയർ അസംബ്ലി ആയതുകൊണ്ട് കുറച്ച് ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ്. സോ അത്രയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി. ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ നമ്മുടെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഫ്ലൈയിങ് ടെസ്റ്റിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ്. അത് ഞാൻ വേണമെങ്കിൽ ഐ-കാർഡ് ഇട്ടേക്കാം. ആ വീഡിയോയുടെ അകത്തൊന്നും വേണമെങ്കിൽ ഐ-കാർഡ് ഇട്ടേക്കാം. ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ മാക്സിമം എല്ലാത്തിനും വ്യൂ കിട്ടട്ടെ. വ്യൂ കിട്ടിയാലേ നമുക്ക് ചാനൽ എന്തെങ്കിലും 5 പൈസ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.